സൂപ്പർ അമ്മയും മകളും. ഭഗത് സിംഗ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരിക്കലും അസ്തമിക്കാത്ത ഉദയസൂര്യൻ. വെള്ളക്കാരുടെ കിരാതഭരണ തേരോട്ടത്തിന്റെ ആണിക്കല്ലൂരിയ ആ വിപ്ലവ സമരനായകന്റെ പോരാട്ടങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെഞ്ചിലേറ്റാനാവില്ല. വിടവാങ്ങും പ്രിയ സന്ധ്യേ. അവർ എന്നെ കൊന്നേക്കാം, പക്ഷെ അവർക്ക് എന്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല. അവർക്ക് എന്റെ ശരീരം തകർക്കാൻ കഴിയും, പക്ഷെ അവർക്ക് എന്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുകാം. ജ്വാലാമുഖി കത്തുന്നൊരു നെഞ്ചിൽ പടരാം, ഒരു താരാഗണമാകാശം ചിന്നിച്ചിറരാം. യോദ്ധാക്കളിൽ ആയോധന വീര്യം പകരാം, രണമിതു മൃതിയുടെ രഥമുരുകാം. ഒരു പകരാറിന്റെ ഗടിയുടെ മിന്നൽ ചാർത്തായി മഴമഞ്ചാടി പോകട്ടായി.
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ നിങ്ങൾ ചെയ്തതെന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ശ്വേതാജിയോട് ചോദിക്കാം. ശ്വേതാജി. സിഞ്ചു നല്ല ഡാൻസാ ചെയ്ത് കേട്ടോ, നല്ല എനർജി. നന്നായിട്ട് ഈശോക്കുട്ടീനെ മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സിഞ്ചുവിന് നല്ല പണി തന്നെയാണ്. നന്നായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാല് ഇന്ത്യയില് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് ഇപ്പൊ പറയാണ്. പക്ഷെ എല്ലാവരും ഒരു പ്രാവശ്യം ജലിയൻവാല ബാഗിൽ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന ഒരു യു വിൽ ഗെറ്റ് സോ ഇമോഷണൽ. ബിക്കോസ് അവിടെ ഇപ്പോഴും ആ ഒരു എനർജി ഉണ്ട്. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇഫ് യു ആസ്ക് മീ, ഇപ്പോ മോള് എന്താ പറയാ ഭഗത് സിംഗിന്റെ കുട്ടിക്കാലം സോൾ ആ ഒരു സോളിന്റെ ഒരു ഫീല് വന്നില്ല. അതെന്തായാലും ഓൾ ഇൻ ഓൾ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയാ സിഞ്ചുവിന്റെ ആ ഒരു ഡാൻസ് തകർപ്പനായിരുന്നു, സൂപ്പർ ആയിരുന്നു. ക്യൂട്ട് സർദാർ ബോയ് ആയിരുന്നു. പിന്നെ ഈശോക്കുട്ടി ക്യാരക്ടറിലായിരുന്നു. ഈശോക്കുട്ടി പിന്നെ ഒന്നും പറയണ്ട, ഈശോക്കുട്ടിയായിരുന്നു. പക്ഷെ അതിന് അത്ര തന്നെ മാച്ച് ചെയ്തിട്ട് നമ്മളുടെ സിഞ്ചുവും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും എനിക്ക് ഓവറോൾ ഒരു നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു 7.5